ഇന്ത്യ 3 T20 അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. ജനുവരി 11 ആദ്യ T20. ഇപ്പോഴിതാ സൂര്യകുമാർ യാദവിനെ പരിക്കേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് അഫ്ഗാൻ സീരീസിൽ സൂര്യയ്ക്ക് കളിക്കാൻ സാധിക്കില്ല. അതുപോലെ ഋതുരാജിനും പരിക്കാണ്. രോഹിത് ശർമ്മയാണെങ്കിൽ ഇനി T20യിൽ ക്യാപ്റ്റനാകില്ലെന്നാണ് റിപ്പോർട്ട്. ഈ ഒരു അവസരത്തിൽ ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാനായിട്ട് പാണ്ഡ്യ ക്യാപ്റ്റനാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ പാണ്ഡ്യയ്ക്ക് പരിക്കാണ്. അതുപോലെ ഇപ്പോൾ സൂര്യകുമാറിനും പരിക്കേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് സൂര്യയ്ക്കും ക്യാപ്റ്റനാകാൻ സാധിക്കില്ല. സീനിയർ താരങ്ങൾ ഒന്നും തന്നെ അഫ്ഗാനിസ്ഥാൻ സീരീസിലില്ല. ഇനി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായത് ഋതുരാജായിരുന്നു. എന്നാൽ ഇപ്പോൾ ഋതുരാജിനും പരിക്കാണ്. താരവും അഫ്ഗാനിസ്ഥാൻ സീരീസിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. അഫ്ഗാനിസ്ഥാൻ സീരീസിൽ സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റനാകുമെന്നാണ് റിപ്പോർട്ട്. വേറെ സീനിയർ താരങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനാണ് BCCIയുടെ പദ്ധതി. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ BCCIക്ക് സഞ്ജുവിൽ വിശ്വാസമുണ്ട്. സഞ്ജുവിനെ വീണ്ടും T20യിലേക്ക് കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. ഇഷാൻ കിഷനും അഫ്ഗാനിസ്ഥാൻ സീരീസിൽ കളിച്ചേക്കില്ല. സഞ്ജുവും ജിതേഷ് ശർമ്മയുമായിരിക്കും ഇന്ത്യയുടെ ടീമിലുണ്ടായിരിക്കുക. അവരായിരിക്കും കീപ്പർമാർ. അവരെ കൂടാതെ ജയ്സ്വാൾ, റിങ്കു സിംഗ്, ഹർഷ്ദീപ് സിംഗ്, മുകേഷ് കുമാർ, ആവേശ് ഖാൻ, ഉമ്രാൻ മാലിക് തുടങ്ങി ഇന്ത്യയുടെ യുവതാരങ്ങളും ഉണ്ടായിരിക്കും. ജനുവരി 11 രാത്രി 7:30 മാച്ച് ആരംഭിക്കുന്നത്. സഞ്ജുവിനെ രാജസ്ഥാൻ ടീമിനെ നയിച്ച പരിചയമുണ്ട്. ഇനി സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിലും സഞ്ജുവിന് അവിടെ മികച്ച കളി കാഴ്ചവെക്കാൻ സാധിച്ചാൽ അടുത്ത വർഷത്തെ T20 വേൾഡ് കപ്പിൽ സഞ്ജുവിനും സ്ഥാനം കിട്ടും. സഞ്ജു ഇപ്പോൾ ബാറ്റിംഗ് രീതി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ സഞ്ജുവിൻ്റെ സെഞ്ചുറി അതാണ് ഓർമ്മിപ്പിക്കുന്നത്. സഞ്ജു തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാൻ സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.